ഹായ് സ്റ്റുഡൻസ്, ഏവർക്കും ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുക, സാധാരണയായി ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ ഏതൊക്കെയാണ്, സെമി കണ്ടക്ടർ മെറ്റീരിയലുകളുടെ ക്ലാസിഫിക്കേഷൻ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അതിൽ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ, എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു സെമി കണ്ടക്ടറിൽ കൂടെയുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കോമൺലി യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ്. നിങ്ങളുടെ താഴ്ന്ന ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെമി കണ്ടക്ടറുകൾ സിലിക്കണും ജർമേനിയവുമാണ്. അതിൽ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജർമേനിയവും, പിന്നീട് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് സിലിക്കണുമാണ്. അതിൽ സിലിക്കണിനും ജർമേനിയത്തിനും അതിൻ്റെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോണുകളെ ഫ്രീ ആക്കുന്നതിന്, അല്ലെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോണിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ എനർജി, അഥവാ അതിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ജർമേനിയത്തിന് 0.7 ഇലക്ട്രോൺ വോൾട്ടും സിലിക്കണിന് 1.1 ഇലക്ട്രോൺ വോൾട്ടുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ 1.1 ഇലക്ട്രോൺ വോൾട്ട്, ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് ജർമേനിയം 0.7 ഇലക്ട്രോൺ വോൾട്ട്. ജർമേനിയം കൽക്കരി ഖനനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആഷിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുക. സിലിക്കൺ വളരെ സുലഭമായി നമുക്ക് ലഭിക്കുന്നതാണ്. മണലിൻ്റെ രൂപത്തിൽ സിലിക്കൺ ഡയോക്സൈഡായിട്ട് നമുക്ക് സിലിക്കൺ ധാരാളമായി ലഭ്യമാണ്. കെമിക്കൽ റിഡക്ഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് അതിൽ നിന്നും സിലിക്കണിനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലഭ്യതയുടെ എളുപ്പത്തിനനുസരിച്ചും, അതായത് കൂടുതൽ ലഭ്യമായ മെറ്റീരിയലുകളും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതുമായ മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് ജർമേനിയവും സിലിക്കണും കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് സിലിക്കണാണ്. അതിന് കാരണം ജർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 32ഉം സിലിക്കണിൻ്റേത് 14ഉമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഏറ്റവും കുറവുള്ളത് സിലിക്കണിനാണ്. അതിനാൽ സിലിക്കണിന് കൂടുതൽ ഉയർന്ന ടെമ്പറേച്ചറുകളിൽ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ജർമേനിയത്തിന് താരതമ്യേന താഴ്ന്ന ടെമ്പറേച്ചറുകളിലാണ് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ അതിൻ്റെ പ്യൂരിറ്റിക്ക് അനുസരിച്ച്, അതിൻ്റെ ശുദ്ധതയ്ക്കനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടറാണ്. അതിൽ യാതൊരുവിധ കലർപ്പുകളോ മറ്റു മെറ്റീരിയലുകളോ അടങ്ങിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് മെറ്റീരിയലുകൾ 14th ഗ്രൂപ്പ് എലമെൻസിനോട് കൂടി, അതായത് 15th ഗ്രൂപ്പ് എലമെൻസോ 13th ഗ്രൂപ്പ് എലമെൻസോ, അതല്ല എങ്കിൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസോ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസോ ആഡ് ചെയ്ത സെമി കണ്ടക്ടറുകളാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളെന്ന് അറിയപ്പെടുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് എക്സ്ട്രീംലി പ്യുവർ ഫോം ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ള സെമി കണ്ടക്ടറുകളാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകൾ എന്നറിയപ്പെടുന്നത്. അറ്റ് 0 ഡിഗ്രി കെൽവിൻ ഇറ്റ് ബിഹേവ്സ് ആസ് ആൻ ഇൻസുലേറ്റർ ബിക്കോസ് ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ്. 0 ഡിഗ്രി കെൽവിൻ ടെമ്പറേച്ചറിൽ എല്ലാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകളും ഒരു പ്യുവർ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കറണ്ടിനെ കണ്ടക്ട് ചെയ്യുകയില്ല. അതിൽ യാതൊരുവിധ ഫ്രീ ഇലക്ട്രോണുകളും ഫ്രീ കാരിയേഴ്സും അടങ്ങിയിട്ടില്ല. അപ്പോൾ സെമി കണ്ടക്ടറുകൾ കോവാലൻ്റ് ബോണ്ട് സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സെമി കണ്ടക്ടർ മെറ്റീരിയലുകളെല്ലാം 40th ഗ്രൂപ്പ് എലമെൻസാണ്. അതായത് അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. ആ 4 ഇലക്ട്രോണുകളും നെയ്ബറിംഗ് 4 ആറ്റംസുമായിട്ട് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ യാതൊരുവിധ ഫ്രീ ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ ഇലക്ട്രോൺ ഫ്രീ ആകാനുള്ള സാധ്യത എപ്പോഴാണ്? എക്സ്റ്റേണൽ എനർജി ലഭിച്ച് ഈ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകൾ ഫ്രീ ആകുമ്പോഴാണ്, അഡീഷണൽ എനർജി ലഭിച്ചവ ഫ്രീ ആകുമ്പോഴാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിക്കുക. അറ്റ് 0 ഡിഗ്രി കെൽവിൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴോ അവിടെ എക്സ്റ്റേണൽ എനർജി ലഭിക്കുന്നതിന് യാതൊരുവിധ സാധ്യതയുമില്ല.
അതായത് ടെമ്പറേച്ചർ എനർജിയോ ലൈറ്റ് എനർജിയോ ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ മെറ്റീരിയലിൽ ഫ്രീ കാരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്, അത് ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ സാധാരണ ഈ മെറ്റീരിയലിനെ ഉപയോഗിക്കപ്പോഴാണ് നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന റൂം ടെമ്പറേച്ചറിലാണ്. റൂം ടെമ്പറേച്ചർ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ഘോരകാലത്തിനനുസൃതമായി 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും? ഈ കോവാലൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകൾ ഫ്രീ ആകുന്നു. ഇലക്ട്രോണുകൾ അതും അഡീഷണൽ എനർജി കിട്ടുമ്പോൾ അത് അവിടെ നിന്ന് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ഇലക്ട്രോണായി നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്യാൻ. ഈ വേക്കൻസി എല്ലായ്പ്പോഴും ഒരു ഇലക്ട്രോണിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, സ്റ്റെബിലിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിന് എപ്പോഴും ഒരു ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ചാർജായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. ഈ പോസിറ്റീവ് ചാർജായിട്ട് പരിഗണിക്കുന്ന ഈ വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഹോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രീതിയിലാണ് ഇതിൽ കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുക. അതായത് റൂം ടെമ്പറേച്ചറിൽ അഡീഷണൽ എനർജി ലഭിക്കുന്നതിൻ്റെ ഭാഗമായി കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ഹോൾ പെയറുകൾ ഉണ്ടാകുന്നു. ഇലക്ട്രോൺ ഫ്രീ ആകുന്നത് ടെമ്പറേച്ചർ കൊണ്ട് ഇലക്ട്രോണുകൾ ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴും പെയറായിട്ടായിരിക്കും. ഒരു ഇലക്ട്രോൺ ഫ്രീ ആയാൽ അതിൻ്റെ സ്ഥാനത്ത് നിന്നുണ്ടാവും ഒരു ഹോളും ഉണ്ടാവും. അങ്ങനെ ഫ്രീ ആകുന്ന ഇലക്ട്രോണുകൾ, കണ്ടക്ഷൻ അവൈലബിൾ ആകുന്ന ഇലക്ട്രോണുകൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നും ഈ വേക്കൻസി ഓഫ് ഇലക്ട്രോണിനെ ഹോൾസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ 3 ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഹോൾസ് എക്സിസ്റ്റ് ഇൻ ആൻഡ് ഫ്ലോ ഇൻ ദി വാലൻസ് ബാൻഡ്. ഈ ഹോൾസ് അതിൻ്റെ കോവാലൻ ബോണ്ടിൽ തന്നെയാണ് ഉണ്ടാവുക. അത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലായ്പ്പോഴും വാലൻസ് ബാൻഡിലായിരിക്കും, അത് മൂവ് ചെയ്യുന്നതും വാലൻസ് ബാൻഡിൽ തന്നെയായിരിക്കും. എന്നാൽ കണ്ടക്ഷൻ ഓർ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഫൗണ്ട് ഇൻ ആൻഡ് ഫ്ലോ ഇൻ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്ന അഡീഷണൽ എനർജി കിട്ടി ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന് ആ വാലൻസ് ബാൻഡ് എനർജിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എനർജി ബാൻഡ് ഏതായിരിക്കും? കണ്ടക്ഷൻ ബാൻഡായിരിക്കും. അപ്പോൾ ഫ്രീ ഇലക്ട്രോണുകൾ എക്സിസ്റ്റ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ഏത് എനർജി ബാൻഡിലായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ഹോൾസ്. ഇലക്ട്രോണുകളുടെ വെലോസിറ്റി, മൂവ്മെൻറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഹോളുകളുടെ സ്പീഡിനേക്കാൾ ഇരട്ടിയായിരിക്കും. അടുത്ത എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ 0 ഡിഗ്രി കെൽവിൻ ടെമ്പറേച്ചറിലാണെങ്കിൽ പ്യൂർ ഇൻസുലേറ്റർ ആയിരിക്കും. ഇനി റൂം ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില ഇലക്ട്രോണുകൾക്ക് അഡീഷണൽ എനർജി ലഭിച്ച് അത് ഫ്രീ ആയി കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. എന്നാലും ഈ ഫ്രീ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. നമുക്ക് പല ആപ്ലിക്കേഷനുകളിലും ഈ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല. അപ്പം നമ്മുടെ ആവശ്യാനുസരണം സെമി കണ്ടക്ടറുകളുടെ കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 14th ഗ്രൂപ്പ് എലമെൻ്റായ സെമി കണ്ടക്ടറുകളിലേക്ക് 15ാം ഗ്രൂപ്പ് മൂലകങ്ങളോ അഥവാ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസോ അതല്ലെങ്കിൽ 13ാം ഗ്രൂപ്പ് മൂലകങ്ങളോ അല്ലെങ്കിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസോ നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതിലെ കാരിയേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ അതിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാരിയേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. അങ്ങനെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് നമ്മൾ പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്ത് നിർമ്മിക്കുന്ന സെമി കണ്ടക്ടറുകൾക്ക് പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഫ്രീ ഇലക്ട്രോണുകൾ കുറവായിരിക്കും. അത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ബാഡ് കണ്ടക്ടറായിട്ടേ ആക്ട് ചെയ്യുകയുള്ളൂ. അപ്പം നമ്മുടെ ആപ്ലിക്കേഷനുകൾക്കനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇമ്പ്യൂരിറ്റീസ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇമ്പ്യൂരിറ്റി ആഡഡ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അങ്ങനെ മറ്റ് ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ 14th ഗ്രൂപ്പ് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഡോപ്പിംഗ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിക്ക് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് 15th ഗ്രൂപ്പ് മൂലകങ്ങളോ അതല്ലെങ്കിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് 13th ഗ്രൂപ്പ് എലമെൻസും ആണ് നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, അതിൽ സൃഷ്ടിക്കപ്പെടുന്ന
കാരിയേഴ്സ് വ്യത്യസ്തമായിരിക്കും. അതായത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ അതിൽ പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാരിയേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് കൂടുതൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നെഗറ്റീവിൻ്റെ ആദ്യത്തെ ലെറ്ററായ N ഉപയോഗിച്ച് N ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആണ് കൂടുതലായിട്ടുണ്ടാകുന്നതെങ്കിൽ അതിനെ പോസിറ്റീവിൻ്റെ ആദ്യത്തെ ലെറ്ററായ P ഉപയോഗിച്ച് P ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിരിക്കുന്ന സെമി കണ്ടക്ടറുകളാണ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി ചിലപ്പോൾ ചില സെമി കണ്ടക്ടറുകളിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളായിരിക്കും കാരിയേഴ്സ് ആയിട്ടുണ്ടാവുക. ചില സെമി കണ്ടക്ടറുകളിൽ പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആയിരിക്കും കാരിയേഴ്സ് ആയിട്ടുണ്ടാവുക. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് കാരിയേഴ്സ് ആയിട്ടുണ്ടാകുന്നതെങ്കിൽ അതിനെ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും, പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആണ് ഫ്രീ കാരിയേഴ്സ് ആയിട്ട് അതിലുണ്ടാവുന്നതെങ്കിൽ അതിനെ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും വിളിക്കുന്നു. ഇനി ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. N ടൈപ്പ് സെമി കണ്ടക്ടർ നിർമ്മിക്കുന്നത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസായി. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ 15th ഗ്രൂപ്പ് മൂലകങ്ങൾ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ടാവും. അത്തരത്തിലുള്ള ബിസ്മത്ത്, ആൻറ്റിമണി, ആർസനിക്, ഫോസ്ഫറസ് എന്നീ മെറ്റീരിയലുകൾ ഇമ്പ്യൂരിറ്റീസായിട്ട് ആഡ് ചെയ്ത് നിർമ്മിക്കുന്ന സെമി കണ്ടക്ടറുകൾക്ക് പറയുന്ന പേരാണ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് ആ സെമി കണ്ടക്ടറിന് അഡീഷണലായിട്ട് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ആർസനിക് ആറ്റമാണ് കാണിച്ചിരിക്കുക. ജെർമേനിയം ക്രിസ്റ്റലിലേക്ക് നമ്മൾ ആർസനിക് ആറ്റം ആഡ് ചെയ്യുന്നു. ആർസനിക് ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. പെൻറ്റാവാലൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ആർസനിക് ജെർമേനിയം ക്രിസ്റ്റലിലേക്ക് വന്നതിന് ശേഷം അത് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുന്നു. കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടാൻ എത്ര ഇലക്ട്രോണുകൾ മതി? 4 ഇലക്ട്രോണുകൾ മതി. അപ്പോൾ തന്നെ അത് സ്റ്റെബിലിറ്റി കൈവരിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു ഇലക്ട്രോൺ അത് ഫ്രീ ആണ്. അത് കോവാലൻ്റ് ബോണ്ടിൻ്റെ ഭാഗമല്ല, അത് ഫ്രീ ഇലക്ട്രോണായി ക്രിസ്റ്റലിൽ ലഭ്യമാകുന്നു. അപ്പോൾ ഒരു ഇമ്പ്യൂരിറ്റി ആറ്റം വന്നതിൻ്റെ ഭാഗമായി ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് അതിന് ലഭിച്ചു, ഫ്രീ ഇലക്ട്രോണിനെ ലഭിച്ചു. അങ്ങനെ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ 10 ഇമ്പ്യൂരിറ്റി ആറ്റംസ് നമ്മൾ ആഡ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ഫ്രീ ഇലക്ട്രോണുകൾ ആ ക്രിസ്റ്റലിൽ ലഭ്യമായിരിക്കും. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും നമുക്കിതിൻ്റെ കണ്ടക്ടിവിറ്റി, കാരിയേഴ്സിൻ്റെ എണ്ണം നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്താണ് സംഭവിക്കുക? ഓരോ ഫ്രീ ഇലക്ട്രോണുകളെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ആ മെറ്റീരിയലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എന്തെന്നറിയപ്പെടുന്നു? ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് അറിയപ്പെടുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇലക്ട്രോണുകളെ ക്രിസ്റ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഇതിലെ ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എണ്ണം. അപ്പോൾ ഈ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്രീ ഇലക്ട്രോണുകൾ ഇതിന് ധാരാളമായി ലഭിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ടെമ്പറേച്ചർ മൂലമുള്ള ഇലക്ട്രോൺ ഹോൾ പെയേഴ്സും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഇലക്ട്രോണുകൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ലഭിച്ച ഫ്രീ ഇലക്ട്രോണുകളുടെ കൂടെ കൂടുന്നു. എന്നാൽ ഹോൾസിൻ്റെ എണ്ണം ടെമ്പറേച്ചർ കൊണ്ട് ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിൻ്റെ അതേ എണ്ണം തന്നെയായിരിക്കും. അതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. 5 or 6 ഹോൾസേ ഉണ്ടാവുള്ളൂ. എന്നാൽ 100 കണക്കിന് 1000 കണക്കിന് ഫ്രീ ഇലക്ട്രോണുകൾ ഈ ക്രിസ്റ്റലിൽ ഉണ്ടാവും. അത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനനുസരിച്ച്. അതുകൊണ്ട് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് N ടൈപ്പിൽ ഇലക്ട്രോൺസിനെ മെജോറിറ്റി കാരിയേഴ്സ് എന്നും, ഹോൾസിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ആ ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോണുകളാണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസാണ്. ആ കാര്യവും ഓർത്തിരിക്കുക. ഇനി ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആഡ് ചെയ്ത് നിർമ്മിക്കുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ എന്നറിയപ്പെടുക. അതിന് കാരണം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ബോറോൺ, ഗാലിയം, ഇൻഡിയം ആൻഡ് അലുമിനിയം എന്നിവയാണ്. ഇവയുടെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആയതുകൊണ്ടാണ് ഇവ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഗാലിയം ആറ്റം ആഡ് ചെയ്ത ജെർമേനിയം സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഗാലിയം ആറ്റം ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. എന്നാൽ ഇവിടെ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിന് ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്, ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ആറ്റം
ഇവിടെ ഈ പൊസിഷനിലേക്ക് ഒരു ഇലക്ട്രോണിനെ എല്ലായ്പ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫ്രീ ഇലക്ട്രോൺ ലഭിച്ചാൽ ഉടൻ തന്നെ അത് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ ഒക്ടറ്റ് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രൈവാലൻ്റ് ആറ്റം ആഡ് ചെയ്തത് മൂലം ഈ ക്രിസ്റ്റലിന് എന്ത് ലഭിച്ചു? ഒരു ഹോളിനെ ലഭിച്ചു, വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ലഭിച്ചു. ഇനി നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും തോറും 10 ഗാലിയം ആറ്റംസ് ആഡ് ചെയ്താൽ 10 ഹോൾസ് ലഭിക്കുന്നു. 20 ഗാലിയം ആറ്റംസ് ആഡ് ചെയ്താൽ 20 ഹോൾസ് ആ സെമി കണ്ടക്ടറിന് ലഭിക്കും. അപ്പോൾ ഇവിടെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന് മൂലം ഇതിന് അഡീഷണൽ ആയിട്ട് ലഭിച്ചത് എന്താണ്? പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആണ് ലഭിച്ചത്. അതുകൊണ്ടാണ് അതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ? അതിൻ്റെ ഈ വേക്കൻസിയിലേക്ക്, ഹോളിൻ്റെ പൊസിഷനിലേക്ക് അതെപ്പോഴും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കും. അതുകൊണ്ട് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എന്താണ് അറിയപ്പെടുന്നത്. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എൻ ടൈപ്പിൽ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്നും, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എന്നും അറിയപ്പെടുന്നു. ഇനി നമ്പർ ഓഫ് കാരിയേഴ്സ്. ഇവിടെ നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ധാരാളമായി ഹോൾസ് ഇതിലുണ്ടാവും. ഇനി എന്താ? ടെമ്പറേച്ചർ മൂലം ഇവിടെയും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ എണ്ണം താരതമ്യേന കുറവായതുകൊണ്ട് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കുറവും ഹോൾസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതിനാൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ് എന്നറിയപ്പെടുക, ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് അറിയപ്പെടുക. പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസാണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് ചാർജ് കാരിയർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ സെമി കണ്ടക്ടേഴ്സ്. ഒരു സെമി കണ്ടക്ടറിൽ ചാർജ് മൂവ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ്? 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡിഫ്യൂഷനും 2 ഡ്രിഫ്റ്റും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പരിഗണിക്കാം. 2 വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് കരുതുക. അതിനെ ഒരേ ലെവലിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിഭാഗത്ത് ഒരു പൈപ്പ് ഉപയോഗിച്ച് രണ്ടിനെയും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ആ പൈപ്പിലൊരു വാൽവോ അല്ലെങ്കിൽ ടാപ്പോ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്, ഒരു വാൽവ് കണക്ട് ചെയ്ത്, ടാപ്പല്ല വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ വാൽവ് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു. ഇപ്പോൾ ഒരു ടാങ്ക് നിറച്ച് വെള്ളമുണ്ട്, രണ്ടാമത്തെ ടാങ്ക് കാലിയാണ്. അപ്പോൾ ഇത് രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന പൈപ്പിൻ്റെ വാൽവ് നമ്മളങ്ങ് തുറന്നു വിട്ടാൽ എന്ത് സംഭവിക്കും? ആ വാൽവ് തുറക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്ന ടാങ്കിൽ നിന്നും വെള്ളമില്ലാത്ത ടാങ്കിലേക്ക് പൈപ്പിലൂടെ വെള്ളം ഒഴുകും. എന്നിട്ട് എപ്പോഴാണ് ആ ഒഴുക്ക് നിലയ്ക്കുന്നത്? 2 ടാങ്കിലെ വെള്ളവും ഒരേ ലെവലാകുന്നത് വരെ അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ജലമുള്ള സ്ഥലത്ത് നിന്നും ജലമില്ലാത്ത സ്ഥലത്തേക്ക് അത് ഫ്ലോ ചെയ്യുന്നു. അതുപോലെ കാരിയേഴ്സ് കൂടുതലുള്ള ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കൊണ്ട് കൂടുതൽ കാരിയേഴ്സ് ഉള്ള ഭാഗത്തു നിന്നും ആ കാരിയേഴ്സ് കുറഞ്ഞ ഭാഗത്തേക്ക് കാരിയേഴ്സിനൊരു മൂവ്മെൻ്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. Diffusion is the movement of charge carriers due to concentration gradient. കാരിയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തു നിന്നും കാരിയേഴ്സ് ഇല്ലാത്ത ഭാഗത്തേക്ക് അല്ലെങ്കിൽ കുറവുള്ള ഭാഗത്തേക്ക് കാരിയേഴ്സ് മൂവ് ചെയ്യുന്ന ആ ചാർജ് കാരിയർ ട്രാൻസ്പോർട്ടേഷന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇനി നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു എൻഡിൽ പോസിറ്റീവ് പൊളാരിറ്റിയും രണ്ടാമത്തെ എൻഡിൽ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം കാരിയേഴ്സ് മൂവ് ചെയ്യും. അതായത് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫലമായി, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് മൂലം കാരിയറുകൾ സഞ്ചരിക്കുന്നതിനെ, മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സെമി കണ്ടക്ടറുകളിലെ മെജോറിറ്റി കാരിയേഴ്സിന് ഡ്രിഫ്റ്റും സംഭവിക്കാം, ഡിഫ്യൂഷനും സംഭവിക്കാം. അതിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട്, മെജോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സിന് ഡ്രിഫ്റ്റും സംഭവിക്കാം, ഡിഫ്യൂഷനും സംഭവിക്കാം. എന്നാൽ മൈനോറിറ്റി കാരിയേഴ്സിന് ഡ്രിഫ്റ്റ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതിന് കാരണം എന്താ? മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുക. സാധാരണയായി ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടറുകൾ സിലിക്കണും ജെർമേനിയവും. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കൺ മെറ്റീരിയലാണ്. സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ
ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ സെമി കണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നറിയപ്പെടുന്നത്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത സെമി കണ്ടക്ടറാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നറിയപ്പെടുക. അതിൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നറിയപ്പെടുന്നു. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് അറിയപ്പെടുന്നു. ചാർജ് കാരിയർ ട്രാൻസ്പോർട്ടേഷൻ, ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.